നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ബിജെപിയുടെ നിർദ്ദേശം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിരസിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നിലെ കാരണം വിശദീകരിച്ച ധനമന്ത്രി തന്നെ എത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഫണ്ട് തന്റെ പക്കലില്ലെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം നിരീക്ഷിക്കുന്ന സീതാരാമന്റെ സമ്പത്ത് എത്രയാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. പണത്തിന്റെ അഭാവം ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തീരുമാനം എല്ലാവരെയും അമ്പരപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബിജെപി അധ്യക്ഷൻ JP നദ്ദ തനിക്ക് അവസരം നൽകിയെന്നും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ചെലവഴിക്കാൻ മതിയായ പണമില്ലാത്തതിനാൽ നിരസിച്ചെന്നും നിർമ്മല സീതാരാമൻ പറയുന്നു. താൻ ഒരാഴ്ചയോളം ചിന്തിച്ചാണ് മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തതെന്നും മത്സരിക്കാനുള്ള പണമില്ല എന്നതും ഒപ്പം ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മത്സരിക്കുന്നതിൽ തനിക്ക് ആശയക്കുഴപ്പങ്ങൾ ഉള്ളതായും ധനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന ടൈംസ് നൗ ഉച്ചകോടി 2024 ധനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർട്ടി വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളിലെ സീറ്റുകളിൽ മതവും സമുദായവുമെല്ലാം വിജയത്തിന്റെ മാനദണ്ഡങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചുവെന്നും താൻ മത്സരിക്കാനില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ രാജ്യത്തിന്റെ ധനമന്ത്രിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണമില്ലേ എന്ന ചോദ്യത്തിന് രാജ്യത്തിന്റെ പണം തന്റേതല്ലെന്നും തന്റെ ശമ്പളവും വരുമാനവും സമ്പാദ്യവും മാത്രമാണ് തനിക്ക് സ്വന്തമായുള്ളതെന്നും ധനമന്ത്രി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണങ്ങൾക്ക് ഇറങ്ങുമെന്നും നിർമ്മല സീതാരാമൻ സൂചിപ്പിച്ചു. ഏതായാലും ധനമന്ത്രിയുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. 2019 തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് നിർമ്മല സീതാരാമന്റെ ആസ്തി 2 കോടി രൂപയിൽ കൂടുതലാണ്. അതേസമയം 30 ലക്ഷം രൂപയിലധികം ബാധ്യതകളാണുള്ളത്. PMO വെബ്സൈറ്റിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 2022 ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പക്കൽ 7350 രൂപ മാത്രമേയുള്ളൂ. വിവിധ അക്കൗണ്ടുകളിൽ അവർ നിക്ഷേപിച്ച 35,52,666 രൂപയാണ്. ധനമന്ത്രി PPF-ൽ 1,59,763 രൂപ നിക്ഷേപിച്ചപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ച തുക 5,80,424 രൂപയാണ്. ഒരു ഇൻഷുറൻസ് പോളിസി പോലും ഇല്ല. LICയോ മറ്റ് ഇൻഷുറൻസുകളോ എടുത്തിട്ടില്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച സ്വത്ത് വിവരങ്ങളിലെ പ്രത്യേകത അവർക്ക് ഒരു കാർ പോലുമില്ല എന്നുള്ളതാണ്. ബജാജ് ചേതക് സ്കൂട്ടർ ഉണ്ട്. വില 28,200 രൂപ മാത്രമാണ്. ആഭരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2022 അവർക്ക് 18,46,987 രൂപ വില മതിക്കുന്ന ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ 315 ഗ്രാം സ്വർണവും ഉൾപ്പെടുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് പക്കലുള്ള സ്വർണത്തിന് 20 ലക്ഷം രൂപയിലധികം വില വരും. നിർമ്മല സീതാരാമന്റെ സ്ഥാവര സ്വത്തുക്കളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷെയർ വിവരങ്ങൾ അനുസരിച്ച് അവർക്ക് തെലങ്കാനയിലെ ഹൈദരാബാദിൽ ഒരു ആഡംബര വീടുണ്ട്. അതിന്റെ വില 1,70,51,400 രൂപയാണെന്ന് പറയപ്പെടുന്നു. ഇതിനു പുറമെ ഹയാത്ത് നഗറിലെ കാർഷികേതര ഭൂമിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ മൂല്യം 17,80,800 രൂപയാണെന്നും രേഖയിൽപ്പെടുത്തിയിട്ടുണ്ട്. 1959 ഓഗസ്റ്റ് 18 മധുരയിൽ ജനിച്ച നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ ധനമന്ത്രിയാണ്. 2 കോടിയിലധികം രൂപയുടെ ആസ്തിക്ക് പുറമെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയും ഉണ്ട്. 19 വർഷത്തെ ഭവന വായ്പയും 1 വർഷത്തെ ഓവർ ഡ്രാഫ്റ്റും 10 വർഷത്തെ മോർഗേജ് ലോണും ഉണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 95 ലക്ഷം രൂപ വരെ ചെലവാക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണം എവിടെ നിന്നാണ് വന്നതെന്ന് സ്ഥാനാർത്ഥി പറയണം. പല സ്ഥാനാർത്ഥികളുടെയും സാമ്പത്തിക സ്ഥിതി മോശമാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തുകയാണ്. എന്നിരുന്നാലും ഓരോ സ്ഥാനാർത്ഥിയും തന്റെ തിരഞ്ഞെടുപ്പ് ചെലവുകളുടെ കണക്ക് നൽകണം. കൂടാതെ ഓരോരോ ജോലിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച തുക മാത്രമേ ചെലവഴിക്കാൻ അനുവദിക്കൂ. കേന്ദ്രത്തിൽ 2ാം ടൈമിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി അതായത് BJPയുടെ ഗവൺമെന്റിൽ നിർമ്മല സീതാരാമൻ 2 പ്രധാന പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ധനമന്ത്രാലയവും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും. രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയം വനിതാ ധനമന്ത്രി കൂടിയാണ് അവർ. നേരത്തെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഹ്രസ്വകാലത്തേക്ക് ധനകാര്യം അധിക പോർട്ട്ഫോളിയോ ആയി കൈകാര്യം ചെയ്തിരുന്നു.
ഈ സർക്കാരിന്റെ കന്നി ബജറ്റ് ജൂലൈ 5-നാണ് സീതാരാമൻ അവതരിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ആളുകൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഫോർബ്സ് പുറത്തിറക്കിയ പട്ടികയിൽ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, സംഗീതജ്ഞ ടൈലർ സ്വിഫ്റ്റ് എന്നിവർ ഉൾപ്പെട്ട പട്ടികയിൽ ഇന്ത്യയുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമനും ശ്രദ്ധ നേടിയിരുന്നു. നന്ദി.